ഇതാ ഈ സാധനം കണ്ടോ, നല്ല കാന്താരി ചമ്മന്തിയാണ്, ചുവന്നുള്ളിയൊക്കെ ചേർത്തിട്ട്. അതിനോടൊപ്പം ഞാൻ പറഞ്ഞതുപോലെ ഉജാലയിൽ മുക്കി പുഴുങ്ങിയതുപോലത്തെ കാച്ചിൽ. ഒരു നാടൻ പലഹാരമാണിന്ന്. സത്യത്തിൽ ഈ കാച്ചിൽ പൊളിച്ചപ്പോൾ ഞാൻ അമ്പരന്ന് പോയി, പർപ്പിൾ കളറാണെന്ന്. ഞാൻ വിചാരിച്ചു വെള്ളയാണെന്ന്. അതാണ് ഞാൻ പറഞ്ഞു ഉജാലയിൽ മുക്കിയതെന്ന്. അപ്പോൾ നമുക്ക് ഈ കാച്ചിൽ പുഴുങ്ങി ഈ ചമ്മന്തിയും തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വീട്ടിലുള്ള ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യണം. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിയുന്ന ഉടനെ തന്നെ നമുക്ക് ഒരുപോലെ കഷ്ണിച്ച കാച്ചിൽ ഇതിലേക്കിടാം. പലതരത്തിൽ മുറിച്ചിട്ട് കഴിഞ്ഞാൽ അത് പലതരത്തിൽ വെന്ത് പോകും. അതുകൊണ്ടത് ഒരുപോലെ മുറിക്കണം. നല്ലതുപോലെ വെള്ളത്തിലും വേണം ഇത് വെക്കാനായിട്ട്. കാര്യം ഇതിനൊരു പശപ്പുണ്ടല്ലോ, അത് കാരണം കുറച്ച് കൂടുതൽ വെള്ളത്തിൽ തിളപ്പിക്കുന്നതാണ് നല്ലത്. ഇനിയും തിളച്ച് തൂകുമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം അങ്ങ് മാറ്റി വെച്ചാൽ മതി. അതുപോലെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം, ഒട്ടിയൊന്നും പിടിക്കാതെ. അതിന് ശേഷം കൂടുതൽ എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിക്കളയാം. കണ്ട, വെള്ളത്തിന് തന്നെ ഒരു കളർ, ഇപ്പോൾ ഒരു പർപ്പിൾ കളറാണത്. ഒരുപാട് ഫൈബറും ഒക്കെ ഉള്ളൊരു സാധനം കൂടിയാണ് ഈ കാച്ചിക്ക. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഈ ഫാസ്റ്റ് മൂവിങ് വേൾഡിൽ ഫാഷനബിളായിട്ടുള്ള ഭക്ഷണത്തിനോടൊപ്പം ഇങ്ങനെ നല്ല ഭക്ഷണങ്ങളും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുക. അപ്പോൾ ഞാനൊന്ന് അടച്ച് വയ്ക്കാം, നന്നായിട്ട് തിളയ്ക്കട്ടെ. വെള്ളത്തിന് കളറ് കണ്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് സ്ക്യൂവർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ ഇത് നന്നായിട്ട് വെന്തോന്ന് നോക്കണം. കാരണം ഇത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരല്പം ഉപ്പ് ഇതിനോട് ചേർക്കണം. അപ്പം നല്ലതുപോലെ വെന്തിട്ടേ ചേർക്കാവൂ, അതല്ല എങ്കിൽ ഇത് വേകാനായിട്ട് താമസിക്കും. അപ്പോൾ ഇതിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ അതിനകത്തൊരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ ആ വെള്ളം അങ്ങ് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞാൽ കാച്ചിൽ നമ്മൾ റെഡിയായി, അല്ലെങ്കിൽ കാച്ചിൽ പുഴുങ്ങിയത് റെഡിയായി. അതിന് ശേഷം വേണം നമുക്ക് കാന്താരിയൊക്കെ വെച്ചിട്ട് ചമ്മന്തി അരയ്ക്കാൻ. ചമ്മന്തി അരയ്ക്കാനായിട്ട് ചുവന്നുള്ളി, നല്ല കാന്താരി. ഇതൊരു സിമ്പിളായിട്ടുള്ള ചട്നിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇടിച്ച് ചതച്ചാൽ മതി. വേണമെങ്കിൽ നമുക്ക് ഗ്രൈൻഡറിനകത്ത് ചെയ്യാം, പക്ഷെങ്കിൽ അതങ്ങ് വല്ലാതെ അരഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നമ്മുടെ സാധാരണയായിട്ടുള്ള ഇടികല്ലിനകത്ത് തന്നെ ഇതൊന്ന് ചതച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇത് കല്ലിനകത്തൊന്ന് മാറ്റി നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റിയിടാം. എരിയൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് സ്പൈസി ആണെങ്കിൽ നല്ലതാണ്. അല്പം ഉപ്പിട്ടു അതിനോടൊപ്പം. അതുപോലെ തന്നെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വേണമെങ്കിൽ ഒരല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം, ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ. കാര്യം വെളിച്ചെണ്ണ കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ അതും നല്ല സ്വയംഭനായിട്ട് കിട്ടും. അതേ നല്ല കൊഴുത്ത നല്ല കാന്താരി ചമ്മന്തിയും റെഡിയാണ്. ഇനി ഇതിനോടൊപ്പം അങ്ങ് ചേർത്ത് കഴിച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അപ്പോൾ അതിനോടൊപ്പം തന്നെ വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തംസ് അപ്പ് ലൈക്ക് ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.